ഗാംഗ്യാ ഈ ഗാംഗ്യാ വിനോദ് കണ്ടേങ്കാവിലും ഞാനും കൂടിയിട്ടാണ് ആദ്യമായിട്ട് കടവല്ലൂർ അന്യോന്യത്തിന് ഇവിടെ കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ സന്നിധിയിലെത്തുന്നത്. ഒരു അപൂർവമായ ചടങ്ങ്. ആ ചടങ്ങിനെ നമ്മളിപ്പോൾ ഏതൊരു പൂരം കാണുമ്പോഴും ഏതൊരു ഉത്സവം കാണുമ്പോഴും അത് നടത്തിക്കുന്ന ആളുകൾ അവരാണ് ശരിക്കും പറഞ്ഞാൽ അതിനെ ഈ കൈ പിടിച്ച് കൊണ്ടുപോകാന്ന് പറയില്ലേ, അങ്ങനെയുള്ള ആളുകൾ. അങ്ങനെയുള്ള ഒരാളാണ് എൻ്റെ കൂടെ നിൽക്കുന്ന രാമനുണ്ണി. കടവല്ലൂർ അന്യോന്യം അറിയേണ്ടുന്ന മനസ്സിലാക്കേണ്ടുന്ന നിരവധിയായ കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ്. പുതിയ കാലത്ത് അത് നടത്തിക്കൊണ്ടു പോകുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം എല്ലാം തികഞ്ഞ ഒരമ്പലം. ആ അമ്പലത്തിൻ്റെ കൂത്തമ്പലത്തിലാണ് അന്യോന്യം നടക്കുന്നത്. നമ്മളിപ്പോൾ കണ്ടത് വാരമിരിക്കുക എന്നുള്ള ചടങ്ങാണ്. നമുക്ക് അന്യോന്യത്തിലെ കഥ കേൾക്കാം. വേദത്തെ നമ്മൾ ബ്രോഡ്ലി ഡിവിഷൻ എന്ന് പറയില്ലേ, നമ്മൾ വേദത്തെ രണ്ടായി വിഭജിക്കാൻ പറ്റും. ഒന്ന് പ്രകൃതി എന്നും രണ്ട് വികൃതി എന്നും. ഈ വേദത്തിൻ്റെ പ്രകൃതി വികൃതിയിലുള്ള മത്സരമാണ് കടവല്ലൂർ അന്യോന്യം. ആ മത്സരത്തിൽ പങ്കെടുക്കുന്നത് തൃശ്ശൂർ ബ്രഹ്മസ്വം മഠത്തിലെ വേദപണ്ഡിതരും തിരുനാവായ ബ്രഹ്മസ്വം മഠത്തിലെ വേദപണ്ഡിതരുമാണ്. ഇതാണ് കടവല്ലൂർ അന്യോന്യം എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റൻസിൽ പറയാൻ പറ്റുന്നത് വേദ പ്രകൃതി വികൃതികളിലെ മത്സരം. ഇത് പൂർവ്വകാലത്ത് ഏത് കാലത്ത് ഇത് ആരംഭിച്ചിട്ടുണ്ടാവാം എന്നാണ് ചിന്തിക്കുന്നത്. ഇത് പണ്ട് തൃശ്ശൂരാണ് നടന്നതെന്നും അതിനുശേഷം മുളകുത്താവിലായിരുന്നു, അങ്ങനെ ഒരു കഥയൊക്കെ കേട്ടിട്ടുണ്ട്. കടവല്ലൂർ അന്യോന്യം എന്ന് ആരംഭിച്ചു എന്നുള്ളതിന് വ്യക്തമായ രേഖകളൊന്നുമില്ല. എങ്കിലും അതിൻ്റെ ചരിത്രം ശങ്കരാചാര്യരോളം പിന്നിലേക്ക് ചെല്ലുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശങ്കരാചാര്യരുടെ ശിഷ്യനാണ് തൃശ്ശൂരെ ഒരു മഠം സ്ഥാപിച്ചത് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാലോ. ആ തൃശ്ശൂരിലെ അന്ന് സന്യാസി മഠങ്ങളായിരുന്നു. ആ സന്യാസി മഠങ്ങളിലെ പാരമ്പര്യം, ഒരു മഠത്തിലെ സന്യാസി പാരമ്പര്യം അവസാനിച്ചതിന് ശേഷമാണ് അന്ന് ഭക്തപ്രിയം എന്ന് പറയുന്ന ക്ഷേത്രത്തിലുണ്ടായിരുന്ന ഭക്തപ്രിയ തോത്തന്മാർ എന്നറിയപ്പെട്ടിരുന്ന ഈ വേദപണ്ഡിതർക്ക് തൃശ്ശൂരിലെ ഈ വടക്കേ ബ്രഹ്മസ്വം മഠം അവസാനത്തെ സന്യാസി നൽകുന്നത്. തൃശ്ശൂർ ബ്രഹ്മസ്വം മഠത്തിലെ വേദ അധ്യാപകരുടെ വിദ്യാർത്ഥികളുടെ ഇടയിൽ ഒരു കിടമത്സരം എന്ന് പറയുന്ന രീതിയിലായിരുന്നു ഈ പാണ്ഡിത്യ മത്സരം നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ കിടമത്സരങ്ങൾ ഏതാണ്ട് അന്നത്തെ അന്യോന്യത്തിൻ്റെ ഒരു പ്രാഗ്രൂപം എന്ന് പറയാവുന്ന കിടമത്സരങ്ങൾ നടന്നുകൊണ്ടിരുന്നു. അതിനുശേഷം ഒരു ചരിത്രത്തിൻ്റെ ഒരു ഘട്ടത്തിൽ വെച്ച് ബ്രഹ്മസ്വം മഠത്തിൽ നിന്ന് പുത്തില്ലം നമ്പൂതിരി എന്ന് പറയുന്ന ഒരു നമ്പൂതിരി, വേദാധ്യാപകനായ നമ്പൂതിരി, എന്തോ ചില കാരണവശാൽ തെറ്റിപ്പോവുകയും സാമൂതിരിയെ അഭയം പ്രാപിക്കുകയും സാമൂതിരി സാമ്പത്തിക സഹായം ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് തിരുനാവായ ബ്രഹ്മസ്വം മഠം ആരംഭിക്കുന്നത്. ആ തിരുനാവായ ബ്രഹ്മസ്വം മഠം ആരംഭിച്ചതിന് ശേഷം ഇരുവരും തമ്മിലുള്ള മത്സരം തുടങ്ങി. ആ തുടങ്ങിയത് പക്ഷേ കടവല്ലൂരായിരുന്നില്ല, മുളങ്കുന്നത്ത് കാവിലായിരുന്നു. മുളങ്കുന്നത്ത് ശാസ്താക്ഷേത്രത്തിൽ വെച്ച് നടത്തിക്കൊണ്ടിരുന്ന അന്യോന്യത്തിൽ പ്രായേണ എല്ലാ വർഷവും തൃശ്ശൂർ യോഗക്കാർ വിജയിക്കുകയും ഇതിനെന്താണ് കാരണമെന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്ന വേദജ്ഞർക്ക് ഒരു ഉത്തരം കിട്ടി. തൃശ്ശൂർ യോഗക്കാർക്ക് വടക്കുനാഥൻ്റെ തൃപ്പുക സേവിക്കാൻ എല്ലാ ദിവസവും സാഹചര്യമൊരുങ്ങുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ തൃപ്പുക 41 ദിവസം സേവിക്കുന്നവർക്ക് എല്ലാ കാര്യവും എന്താ പറയേണ്ടത്, ഒരു വിഷമവും കൂടാതെ സാധിക്കുന്നതാണ്. അതുകൊണ്ട് അതിന് സാധിക്കാത്തൊരു തരത്തിൽ വേണം നമ്മൾ ഇതിൻ്റെ സ്ഥലം നിശ്ചയിക്കാൻ എന്നുള്ള രീതിയിലാണ് പിന്നീട് ഉണ്ടാവുന്നത്. പിന്നീട് ചൊവ്വന്നൂർ സഭാമഠത്തിൽ ഈ അന്യോന്യം 1-2 വർഷങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ശേഷമാണ് കടവല്ലൂരിലേക്ക് വരുന്നത്. അത് തുടർച്ചയായിട്ട് 1947 വരെ അത് നിലനിന്നിരുന്നു. ഏതാണ്ട് നൂറ്റാണ്ടുകൾ നിലനിന്നിരുന്നു. കാരണം 1947 നിലച്ചു പോയ ആ അന്യോന്യത്തിൻ്റെ പഴയ രൂപം ഓർക്കുന്ന ചിലരെങ്കിലും ഇന്ന് കടവല്ലൂരിൽ അവശേഷിക്കുന്നുണ്ട്. കാരണം അന്ന് ഈ അന്യോന്യം നടത്തിയിരുന്നത് 41 ദിവസത്തെ വാരത്തോടു കൂടിയിരുന്ന ആയിരുന്നു. വാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 41 ദിവസം വിശദമായ സദ്യ.
ഇന്നത്തെ രീതിയിൽ ഒന്നിനും ഒരു പിശുക്കില്ലാത്ത, അതായത് സമ്പത്തിൻ്റെ ഏറ്റവും വലിയൊരു സ്രോതസ്സായിരുന്നു കടവല്ലൂര് ശ്രീരാമസ്വാമി ക്ഷേത്രം. കാരണം നിരവധി ഏക്കറക്കണക്കിന് സ്ഥലങ്ങൾ, ആ സ്ഥലത്തെ മുഴുവൻ പാട്ടം വന്നിരുന്നത് ഇവിടെയാണ്. അപ്പോൾ അങ്ങനെയുള്ള യാതൊരു പ്രയാസങ്ങളും ഉണ്ടായിരുന്നില്ല, ആജ്ഞാശക്തിയുള്ള ആളുകൾ. അപ്പോൾ അങ്ങനെയൊന്നും ഒക്കെ സംഘടിപ്പിക്കുന്നതിന് ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. 41 ദിവസത്തെ വാരത്തോടുകൂടി 8 ദിവസത്തെ ഈ പ്രയോഗങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു പണ്ട് നടന്നിരുന്നത്. ആ പണ്ടത്തെ അന്യോന്യം ഓർക്കുന്ന ചിലരെങ്കിലും ഇപ്പുണ്ട് ഇവിടെ കടവല്ലൂരിൽ. അന്ന് മറ്റാർക്കും കേൾക്കാൻ പാടില്ല എന്നുള്ള നിയമം ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഉണ്ട്. അത് അന്നത്തെ ഒരു സാഹചര്യത്തിൽ അതായിരുന്നു ശരിയെന്ന് അവർ വിശ്വസിച്ചിരുന്നു. വിവിധ കാലങ്ങളിലൂടെ കടന്നു വന്ന അന്യോന്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇനിയും കേൾക്കാനായി നിരവധി കാര്യങ്ങളുണ്ട്. 1947 നിന്നുപോയ അന്യോന്യം 1989 ഇപ്പോൾ നമ്മൾ കാണുന്നത് ആരംഭിച്ചത്. അതിൻ്റെ കഥ രാമനുണ്ണി തന്നെ പറയും. 985 അവസാനിച്ചൊരു ചരിത്രം കൂടിയുണ്ട് വേറൊരു കാര്യത്തിൻ്റെ. അതായത് നമ്മുടെ ഏർക്കര രാമൻ നമ്പൂതിരി അനാദി എന്ന് പറഞ്ഞൊരു മാസിക പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്നു. അനാദി എന്ന് പറഞ്ഞാൽ ഈ വിഷയം തന്നെയാണ്, അതായത് വൈദിക വിഷയങ്ങൾ തന്നെയാണ്. ഈ അനാദി ഒരു പക്ഷേ നമ്മളുടെ ഉള്ളിലൊക്കെ ഏതെങ്കിലും രീതിയിൽ ഈ വൈദിക ചിന്തയുടെ വിത്തെറിഞ്ഞ് പോയിട്ടുണ്ടാവും, നമ്മളറിയാതെ തന്നെ. അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, ഈ ഊർജ്ജമൂർത്തിയായിട്ടുള്ള ശ്രീരാമചന്ദ്ര പ്രഭു അതിലേക്ക് കളമൊരുക്കി വെച്ചിട്ടുണ്ടായിരിക്കും ഈ അനാദിയിലൂടെയും അങ്ങനെയൊക്കെ. അതല്ലാതെ മറ്റൊരു രീതിയിലും സമൂഹത്തിൽ ഇങ്ങനെയുള്ള ക്ഷേത്രോന്മുഖമായ ഒരു കാര്യങ്ങളും നടക്കാനുള്ള ഒരു സാധ്യത ഇല്ലാത്തൊരു കാലമായിരുന്നു അത്. ആ ക്ഷേത്രാഭിമുഖ്യം കുറഞ്ഞു വന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അന്ന് യുക്തി ചിന്ത കുറച്ചുകൂടി ഊർജ്ജസ്വലായിരുന്നു, പ്രബലമായിരുന്നു. ആ സമയത്താണ് ഗോപിയേട്ടൻ അവിടുന്ന് പനിഷ്മെൻറ്റ് ട്രാൻസ്ഫറിൽ ഇങ്ങോട്ട് എത്തണത്. സ്വാഭാവികമായിട്ട് അങ്ങനെ 10-12 മണിക്കൂർ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ ഇവിടെ ഒന്നും ചെയ്യാനില്ലാണ്ടാവുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, സാധാരണ ഞങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് ഷട്ടിൽ കളിക്കുക, അന്ന് ബോൾ ബാഡ്മിൻ്റൺ ഉണ്ട്, അത് കളിക്കുക, അങ്ങനെ കുറച്ചു നേരം തൊഴുക, ഭജന പാടുക, പോവുക, അങ്ങനെയുള്ള സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ ഗോപിയേട്ടനെ കണ്ടു. അദ്ദേഹത്തിനാണെങ്കിൽ നല്ല താല്പര്യമുണ്ട് ഈ വിഷയങ്ങളിൽ, അതായത് ചെറുപ്പക്കാരുടെ വിഷയങ്ങളിൽ നല്ല താല്പര്യമുണ്ട്, സംഗീതത്തിൽ താല്പര്യമുണ്ട്. അങ്ങനെ അദ്ദേഹം ഒരു ഹാർമോണിയം എവിടുന്നോ ഞങ്ങൾ സംഘടിപ്പിച്ചു, അത് വെച്ചിട്ട് പാട്ടായി. അപ്പോൾ വേറൊരാൾ പാടാനുള്ള ആൾ, അങ്ങനെ ഈ അന്നത്തെ യുവതയുടെ ഉള്ളിൽ ശരിക്കും ഒരു എന്താ പറയേണ്ടത്, ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷനായി മാറിയിട്ടുണ്ടായിരുന്നു ഗോപിയേട്ടൻ. അപ്പോൾ സായാഹ്നങ്ങൾ മുഴുവൻ അദ്ദേഹത്തിനോടൊപ്പം ചെലവഴിക്കുകയെന്നും ക്ഷേത്ര കാര്യങ്ങൾ ചിന്തിക്കുക എന്നുള്ളതും ഇവിടുത്തുകാരുടെ ഏറ്റവും വലിയൊരു ലക്ഷ്യമായി മാറി. അങ്ങനെയാണ് അദ്ദേഹം ഈ എന്താ പറയേണ്ടത്, അച്യുതത്ത് ഇല്ലത്ത് മൂസതിൻ്റെ അവിടെ ഊണ് കഴിക്കാൻ പോകുന്നതും ഏതാണ്ട് 10 പറ കൊള്ളുന്ന ഒരു ഭരണി കാണുന്നതും. ഈ ഭരണി എന്തിനാണെന്ന് അന്വേഷിക്കും. അപ്പോൾ അത് പണ്ട് കടവല്ലൂർ അന്യോന്യം ഉള്ള കാലത്ത് ഉപ്പിലിട്ടത് വെക്കാനുള്ളതാണ് എന്ന് അദ്ദേഹത്തിനോട് പറയണതും, അദ്ദേഹം ഇതിൻ്റെ വൈപുല്യത്തെക്കുറിച്ച് ചിന്തിക്കണതും, എന്തായാലും അത് തുടരാതിരിക്കാൻ വയ്യ എന്നുള്ള മാതിരി അദ്ദേഹത്തിന് ഫീൽ ചെയ്യണതും അപ്പോഴാണ്. അതിനുശേഷം ശരിക്കും ഊർജ്ജസ്വലമായൊരു പ്രവർത്തനം തന്നെയായിരുന്നു ഇത് സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതായത് അന്യോന്യം പുനരാരംഭിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഏതാണ്ട് 90% പണിയും കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. അതായത് 4 വർഷം കൂടുമ്പോൾ അന്യോന്യം 4 വർഷം ചെയ്തിട്ടുണ്ട്, അന്യോന്യം 4 വർഷം ചെയ്ത 5-ാം വർഷം മുറജബാണ്. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെയുള്ള സമയം ആലോചിച്ച് നോക്കുമ്പോൾ 47 മുടങ്ങിപ്പോയത് ആ 5-ാമത്തെ വർഷമാണ് ഈ 89. ഇങ്ങനെ കണക്ക് വെച്ച് നോക്കിയാൽ അപ്പോൾ അത് ചെയ്യാൻ പറ്റുമെന്നായി സംശയമായി. അങ്ങനെ അദ്ദേഹം 2-3 ആളുകളും കൂടിയിട്ട് മഹാരാജാവിനെ മുഖം കാണിക്കാൻ പോകുന്നതും, മഹാരാജാവ് ഇന്നത്തെ കാലത്തെ യാത്രാവിധികൾ അതൊന്നും ഒരു പ്രയാസമല്ല എന്ന് പറയുന്നതും, അങ്ങനെ അന്യോന്യം പുനരാരംഭിക്കണം. അന്യോന്യം പുനരാരംഭിക്കണത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാടുകളിലും അയൽ നാടുകളിലും ഒക്കെ ശരിക്കും
എല്ലാവരെയും ത്രസിപ്പിക്കുന്ന ഒരു ഊർജ്ജം ഉണ്ടായിരുന്നു ആ കാലത്ത്. ഇതിക സാഹിത്യം ആരുടേതാണ്, നമ്പൂതിരിമാർ പഠിക്കേണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഈ വൈദിക സാഹിത്യം എന്നുള്ളത് ഭൂമിയിലെ എല്ലാവരുടേതുമാണ് എന്ന്. അത് പിന്നീട് അന്യോന്യപരിഷത്തിൻ്റെ ഒരു കാലത്തെ എന്താ പറയേണ്ടത് ആത്മാവും അതിൻ്റെ ഏറ്റവും വലിയ ശക്തിയായിരുന്ന അക്കിത്തം അച്യുതൻ നമ്പൂതിരി ഈ വേദിയിൽ പലതവണ 5 തവണയിലധികം പറഞ്ഞിട്ടുണ്ട്. ഈ വേദശബ്ദം ഈ വേദം ലോകത്തിൽ ആര് വേണമെങ്കിൽ ചൊല്ലട്ടെ, പക്ഷേ വൈദിക ശബ്ദം നിലയ്ക്കാതിരിക്കണം എന്ന് മാത്രമായിരുന്നു. ഏർക്കരെ പോലെ, ഏർക്കര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ആലോചിക്കുന്നതിന് അപ്പുറത്താണ്. കാരണം ഒരു ജന്മം മുഴുവൻ അദ്ദേഹം ഇതിനു വേണ്ടി ഒഴിഞ്ഞു വെച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ സംഭാവനകളും വളരെ വലുതാണ്. അതൊന്നും ഇവാലുവേറ്റ് ചെയ്യാനുള്ള ശക്തി പോലും നമുക്കില്ല. നമുക്കറിയാം, അപ്പോൾ 2 രീതിയിലാണ് അന്യോന്യത്തിന്റെ ഇത് ചെല്ലുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. ഒന്ന് ജഡ, ഒന്ന് രഥ, അങ്ങനെയല്ലേ? എങ്ങനെയാ അതുകൂടി ഒന്ന് പറയൂ. നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ അന്യോന്യം എന്നുള്ള മത്സര പരീക്ഷ 2 രീതിയിലാണ്. ഒന്നാമത്തെ വാരമിരിക്കൽ എന്നുള്ള ചടങ്ങാണ്. ദീപാരാധന കഴിഞ്ഞാൽ ആദ്യത്തെ മത്സരം അതാണ്. വാരമിരിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 ഋക്കുകൾ തുടർച്ചയായിട്ട് ചൊല്ലുക എന്നുള്ളതാണ്. അല്ല, അത് നമസ്കാരത്തിൻ്റെ ഒരു രീതിയാണ് തോർത്ത് വെച്ചിട്ടുള്ളത്. അതിനേക്കാൾ മുൻപ് അവരോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം ചോദിക്കുന്ന രീതിക്ക് കല്ല് പടുക്കുക എന്നാണ് ആ സമ്പ്രദായത്തിന് പറയുക. കുറച്ച് കല്ലുകൾ നിരത്തി വെച്ചിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുകയാണ്. അതായത് തൃശ്ശൂർ യോഗക്കാരാണ് ആദ്യം ഇരിക്കുന്നതെങ്കിൽ തിരുനാവായി യോഗക്കാരാണ് ഈ കല്ലുകളെ വെച്ചിട്ട് ഇന്ന അഷ്ടകത്തിൽ നിന്ന്, ഇന്ന അധ്യായത്തിൽ നിന്ന്, ഇന്ന വർഗം മുതൽ എന്നുള്ളത് ആവശ്യപ്പെടുന്നത്. ആ കല്ലുകൾ പടുത്ത രീതി കണ്ടിട്ട് അവർക്ക് മനസ്സിലാവണം. അങ്ങനെയാണ് അവരാദ്യത്തെ മത്സര പരീക്ഷയായ 10 ഋക്കുകൾ തുടർച്ചയായിട്ട് താമസം വിനാ നമസ്കാരം നമസ്കാരം പറഞ്ഞുകൊണ്ട് അതിൻ്റെ, അതായത് ഇതിനൊരു രീതി ഉണ്ടല്ലോ, ആ രീതിയിൽ ചൊല്ലേണ്ടത് ക്രമപാഠമാണ് അത്. അതായത് ഈ സംഹിതാപാഠം, പദപാഠം, ക്രമപാഠം, ഇങ്ങനെയാണ് ഈ എന്താ പറയുക ഋഗ്വേദ പാഠങ്ങളുള്ളത്. ഈ സംഹിതാപാഠത്തിൻ്റെ ഈ ക്രമപാഠത്തിലാണ് എന്താ പറയേണ്ടത് ഈ ആദ്യത്തെ പരീക്ഷ നടക്കുന്നത്. രണ്ടാമത്തെ പരീക്ഷ അത്താഴശിവേലിക്ക് ശേഷമുള്ളതാണ്. അതാണ് 8 വേദവികൃതികളുണ്ട്. അതായത് ശിഖ, മാല, രേഖ, ദണ്ഡം, ഖനം തുടങ്ങിയിട്ടുള്ള 8 വേദവികൃതികളാണ് ഈ ഋഗ്വേദത്തിനുള്ളത്. ആ ഋഗ്വേദത്തിൻ്റെ 8 വികൃതികളിൽ 2 മാത്രമേ കേരളത്തിലുള്ളൂ. അത് ജഡയും രഥയുമാണ്. ആ ജഡയും രഥയുമാണ് അത്താഴശിവേലിക്ക് ശേഷം പ്രയോഗിക്കുന്നത്. രണ്ടും കൂടെയുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യത്തെ പരീക്ഷയിൽ വാരമൊരിക്കൽ എന്നുള്ള പരീക്ഷയിൽ 10 ഋക്കുകൾ തുടർച്ചയായിട്ട് ചൊല്ലുമ്പോൾ കൈ മുദ്രകൾ കാണിച്ച് സഹായിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അതായത് അതെ, എല്ലാ നാട്യകലകൾക്കും ഉള്ളത് മാതിരി തന്നെ വേദത്തിൻ്റെ ഉച്ചാരണത്തിനും വേദമുദ്രകളുണ്ട്. വേദമുദ്രകൾ, ആ വേദമുദ്രകളിലൂടെ സഹായിക്കാൻ പറ്റും, അല്ലാതെ ഓറലി സഹായിക്കാൻ പറ്റില്ല. പക്ഷേ ജഡയിലും രഥയിലും ഓറലി സഹായിക്കാൻ പറ്റും, വേറൊരാൾക്കും സഹായിക്കാം. ആ സഹായിക്കാൻ ജഡയിലും രഥയിലും സഹായിക്കാൻ പറ്റാത്ത ഒരു രംഗമുണ്ട്. എപ്പോഴാണെന്ന് വെച്ചാൽ കടന്നിരിക്കൽ, അല്ലെങ്കിൽ വലിയ കടന്നിരിക്കൽ. ഈ മത്സര പരീക്ഷകൾക്ക് അങ്ങനെ സഹായിക്കാൻ പറ്റില്ല. ഇതാണ് രണ്ടും കൂടിയുള്ള വ്യത്യാസം. ഇതൊരു ജനകീയ കല എന്ന് നമുക്കിതിനെ പറയാൻ വയ്യ. വേദത്തിനോട് അല്ലെങ്കിൽ ക്ഷേത്രങ്ങളോട്, വൈദിക ചിന്തകളോട്, വേദാന്ത ചിന്തകളോട്, ഇതിനോടൊക്കെ കുറച്ചെങ്കിലും താല്പര്യം സൂക്ഷിക്കുന്നവർക്ക് മാത്രമേ ഇതിലൊക്കെ താല്പര്യം ഉണ്ടാവുള്ളൂ. ഇതെല്ലാവരുടേതുമല്ല എന്നാണ് നമുക്ക് പറയാൻ തോന്നുന്നത്. എല്ലാവരുടേതും ആവുന്നൊരു കാലമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പം അതെല്ലാവരുടേതുമാണെന്ന് നമുക്ക് പറയാൻ വയ്യ. പക്ഷേ നാളെ എല്ലാവരുടേതും ആവുന്ന ഒരു കാലമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനാണ് നമ്മൾ ഈ പ്രവൃത്തിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നാലമ്പലത്തിൻ്റെ ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങുമായിരുന്ന ഇങ്ങനെയൊരു മത്സരത്തിനെ ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇവരെടുക്കുന്ന ഒരു ശ്രമം, അതിനു മുമ്പിൽ നമ്മൾ
നമസ്കരിക്കേണ്ടത് തന്നെയാണ്. കടവല്ലൂർ എന്നുള്ള പേര് വരാനുള്ള കാരണം ഘടോൽക്കജപുരം അങ്ങനെയല്ലേ? അതെ. നമ്മൾ വിഭീഷണൻ ഇവിടുന്ന് ഒന്ന് പറയൂ. അതായത് ദശരഥന് വിഷ്ണു പ്രത്യക്ഷനായിട്ട് നൽകിയിട്ടുള്ള വിഗ്രഹം ദശരഥൻ ശ്രീരാമന് കൊടുക്കുന്നു. ശ്രീരാമൻ അതായത് രാവണവധാനന്തരം അയോധ്യയിൽ നിന്ന് പോവാൻ മടിച്ച വിഭീഷണന് ഇത് ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ആ വിഗ്രഹം നൽകുകയാണ്. യുഗാനന്തരം ഘടോൽക്കജൻ യുധിഷ്ഠിരൻ്റെ രാജസൂയ സമയത്ത് ലങ്കയിൽ ചെല്ലുകയും ലങ്കയിലെ ഏറ്റവും വില പിടിച്ചത് കപ്പമായിട്ട് നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്ന സമയത്ത് അശരീരി കേൾക്കുകയും വിഭീഷണൻ ഈ സ്വർഗീയമായ വിഗ്രഹം ഘടോൽക്കജന് നൽകുകയും ചെയ്യുന്നു. ഘടോൽക്കജൻ ശ്രീകൃഷ്ണ നിർദ്ദേശപ്രകാരം കേരളത്തിൻ്റെ മധ്യഭാഗത്തുള്ള അശോകവനത്തിന് നടുക്ക് ഇത് പശ്ചിമാഭിമുഖമായിട്ട് പ്രതിഷ്ഠിക്കുന്നു. അതാണ് ഈ കാണുന്ന ശ്രീരാമസ്വാമി ക്ഷേത്രം. ഇതിനുള്ളിലെ 6 അടിയിലധികം വരുന്ന ഉയരമുള്ള ഈ ബിംബം സ്വർഗീയമായ ബിംബമാണ്. സ്വർഗത്തിൽ നിന്ന് വന്നത് കാരണം തന്നെ പലരും ഈ ബിംബം സ്വർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചു. അങ്ങനെയൊരു കഥ ഉണ്ട്. അവരെ ശ്രീപരമേശ്വരൻ പ്രത്യക്ഷനായിട്ട് വധിച്ചു എന്നും കഥ ഉണ്ട്. അങ്ങനെ ശ്രീപരമേശ്വരൻ വധിച്ച ശേഷം അപ്രത്യക്ഷനായ ഒരു ആല് ഇവിടെ ഉണ്ടായിരുന്നു. മറഞ്ഞാൽ എന്നായിരുന്നു അതിൻ്റെ പേര്. ആ ആല് ഇപ്പം മറഞ്ഞു. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഒരാല് ഇവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള നിരവധി കഥകളുണ്ട്. ഈ ശ്രീപരമേശ്വരൻ പോകുമ്പോൾ ശ്രീ ഭഗവതിയെ കാളിയെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ സംരക്ഷണ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത്. കാട്ടകാമ്പാലാണ് ഇവിടെ അടുത്ത് ഉള്ള ഏറ്റവും പ്രസിദ്ധമായ കളീക്ഷേത്രം. അപ്പോൾ അവിടുന്ന് പറ വരുന്ന സമയത്ത് ഒരു ദിവസം ഇവിടെ പരിപൂർണ വിശ്രമമാണ്. രാത്രി ഇവിടെയാണ് കിടക്കുക, പുലർച്ചയെ പോകുള്ളൂ. അങ്ങനെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ തീരാത്ത കഥകളുണ്ട്. അതെ, ഐതിഹ്യ കഥകളും ചരിത്രവും ചേർന്ന് നിൽക്കുന്ന അപൂർവ സുന്ദരമായ ഒരു കാഴ്ചയുടെ ഇടാണ് കടവല്ലൂർ. ഇനിയും പറയാനുണ്ട്. അടുത്ത വർഷവും വരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.